ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ വാച്ചും കോവലിനും. അപ്പോൾ നമ്മളിന്നൊരു വ്യത്യസ്തമായ സംഭവമായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ചെമ്പരത്തി ജാം, അതായത് വീട്ടിൽ നമുക്കൊക്കെ സുലഭമായി കിട്ടുന്ന ചെമ്പരത്തി കൊണ്ട് ഒരു ജാം എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്കൊരു 50 ചെമ്പരത്തി എടുക്കണം കേട്ടോ. എന്നാലും ചുവന്ന ചെമ്പരത്തി ഉണ്ടല്ലോ, റോസ് ചെമ്പരത്തി അങ്ങനത്തെ ഒന്നും എടുക്കരുത്. ചുവന്ന ചെമ്പരത്തി ഒരു 50 എടുത്തിട്ടുണ്ട്. അല്ലി തിരിച്ച് വെക്കണം. അല്ലി തിരിച്ച് ഇതെങ്ങനെ നമ്മൾ അതിൻ്റെ പച്ച ഇതൊക്കെ മാറ്റിയിട്ട്, പച്ചയും അതുപോലെ അതിൻ്റെ പൂവൊന്നും പാടില്ല, പൂമ്പൊടിയൊക്കെ മാറ്റിയിട്ട് അതിൻ്റെ ഇതള് മാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു 50 ചെമ്പരത്തി പൂ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു നാരങ്ങ വേണം. ഒരു നാരങ്ങ എടുത്തു. പിന്നെ നമുക്ക് വേണ്ട സാധനങ്ങൾ എന്താ വെച്ചാൽ ഇതിപ്പോൾ ഗ്രാമ്പും ഏലക്കായും കൂടെ കൂടി കിട്ടുക കേട്ടോ. അപ്പോൾ ഗ്രാമ്പും വേണം, ഏലക്കായും വേണം. ബാക്കിയൊന്നും വേണ്ട, നമുക്ക് ഗ്രാമ്പും ഏലക്കായും മാത്രം മതി. ബാക്കിയൊന്നും വേണ്ട, ഗ്രാമ്പും ഏലക്കായും വേണം. പിന്നെ നമുക്ക് വെള്ളം വേണം, ഒരു പാത്രം വേണം, ഒരു അരിപ്പ വേണം. ഇത്ര സാധനങ്ങൾ മതി കേട്ടോ. അപ്പോൾ നമ്മളിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് അടുപ്പൊന്ന് കത്തിച്ച് കൊടുക്കാം. നമ്മുടെ തീ ഒന്ന് പിടിപ്പിച്ചിട്ടുണ്ട്. തീ ഒന്ന് പിടിപ്പിച്ച് നമ്മളൊരു പാത്രം എടുത്തിട്ട് വെക്കുക. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ 4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. വെള്ളം വേണമെങ്കിൽ പിന്നെ നമുക്ക് ആവശ്യം ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ 4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. 4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. നമുക്ക് ആദ്യം തന്നെ വെച്ച് കഴിഞ്ഞാൽ ആ ചെമ്പരത്തി ഒന്ന് വാട്ടിയിട്ട് അതിൻ്റെ വെള്ളം ഒന്ന് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ വെള്ളം ഒന്ന് തിളപ്പിച്ച് ചെമ്പരത്തി അതിനകത്തേക്ക് ഇടണം കേട്ടോ. വെള്ളം നന്നായിട്ട് തിളക്കണം കേട്ടോ. തിളച്ചതിന് ശേഷം മാത്രമേ ചെമ്പരത്തി ഇടാൻ പാടുള്ളൂ. നമ്മൾ ആ തിളച്ച വെള്ളത്തിലേക്ക് ഏലക്കയും ഗ്രാമ്പും ഇട്ട് കൊടുക്കണം. തിളച്ചിലേക്ക് നമ്മൾ ആ ചെമ്പരത്തി പൂ ഇട്ട് കൊടുക്കുക. ഇതിട്ട് കൊടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ വെള്ളത്തിൻ്റെ കളർ മാറും കേട്ടോ. ഇതുണ്ട് ഗൈസ്, ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ കാണാം വെള്ളത്തിൻ്റെ കളറ് മാറിയിട്ടുണ്ട് നല്ല രീതിയിൽ. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. എല്ലാ ചെമ്പരത്തി ഒന്ന് കുതിരുന്നവരെ ആ ചെമ്പരത്തിൽ നിന്ന് അതിൻ്റെ കളർ മുഴുവൻ എന്ത് ചെയ്യണം, നമ്മൾ ഈ വെള്ളത്തിലേക്ക് പൊടിക്കണം. അപ്പോൾ അതാണ് നല്ല തീ വേണം കേട്ടോ. ഇങ്ങനെ ഒരു 1 മിനിറ്റ് 2 മിനിറ്റ് നേരം നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കണം. ഇളക്കിക്കൊണ്ടിരിക്കണം, ഇളക്കാൻ വിട്ടു പോകരുത് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഇളക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഇതൊന്ന് വാങ്ങി വെക്കണം കേട്ടോ. ചൂടാറുന്നവരെ അതിലെന്താ ആ പൂവിന് ഇതൊക്കെ എന്താ വെള്ളത്തിലേക്ക് പോയിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് വാങ്ങി വയ്ക്കുക. ചൂടാറുന്നവരെ നമുക്കിനി വെയിറ്റ് ചെയ്യാം. നമ്മളിനി ഇതൊന്ന് ഊറ്റിയെടുക്കണം കേട്ടോ. അരിപ്പ് വെച്ചിട്ട് ആ വെള്ളം മാത്രമാക്കി കിട്ടും നമുക്കിനി. ഫുള്ള് ആ പൂവിലുള്ള വെള്ളമൊക്കെ ഞെക്കിപ്പിഴിഞ്ഞ് ഫുള്ള് അതിൻ്റെ സത്ത് ഊറ്റിയെടുക്കണം കേട്ടോ. നമ്മളിത് കൈകൊണ്ട് നല്ല രീതിയിൽ നെക്കി പിഴിഞ്ഞിൻ്റെ ചാറ് മൊത്തം എടുക്കും. നമ്മളത് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചെടുത്തിട്ട് നമ്മളിതിനെ നന്നായിട്ട് കുറുക്കണം കേട്ടോ. ഏകദേശം ഒരു 4 പോർഷൻ ആക്കിയിട്ട് കുറുക്കിയെടുക്കണം. ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ എന്തൊക്കെ എടുത്ത് ചെയ്യുന്ന 1 ഗ്ലാസ് പഞ്ചസാര ഉണ്ട്. പഞ്ചസാര ഇട്ട് കൊടുക്കുക കേട്ടോ. മൊത്തം ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇനി നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി ഇടതടവില്ലാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ക്ഷമയാണ് മുഖ്യം. അപ്പോൾ നമ്മൾ ആ പഞ്ചസാരയൊക്കെ നന്നായിട്ട് ഫുള്ള് ലയിച്ച് കിടന്നുണ്ട് കേട്ടോ. നമ്മളിത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. വെള്ളമൊക്കെ വറ്റിയൊരു നൂൽപ്പാക് കത്തണം. ഇളക്കി ശരിക്കും എന്തായാലും ഫുള്ള് കുറുകി വരണം കേട്ടോ. സമയം എടുക്കും, നല്ല എടുക്കുന്നുണ്ട്. ഇത് ഫുള്ള് കുറുകണേ. ഇളക്കിയില്ലെങ്കിൽ അടി പിടിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് ഇളക്കാൻ വേണ്ടി വല്ല മെഷീനും കണ്ടുപിടിക്കേണ്ടി വരുന്നതാണ്. നമ്മൾ ഏകദേശം കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ നോക്കിയറിയാം. ചെറിയൊരു നൂൽപ്പരുവായിട്ടില്ലേ, ചെറുതായിട്ട് നൂല് പോലെ വെക്കണ്ടോ, നൂല് ഫോം ചെയ്യുന്നുണ്ടോ. അപ്പോൾ അങ്ങനെ ചെറുതായിട്ട് നൂല് ഫോം ചെയ്യുന്ന ആ ഒരു സമയത്തുമ്പോഴത്തേക്ക് നമ്മൾ എടുത്ത് വെച്ച് നാരങ്ങയുടെ ഒരു പകുതി പിഴിഞ്ഞൊഴിക്കണം. നാരങ്ങ പിഴിഞ്ഞൊഴിക്കുമ്പോൾ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇളക്കി നിർത്താൻ പാടില്ല കേട്ടോ. ഇപ്പോൾ കണ്ടോ നമ്മളതിൻ്റെ കളറ് മാറി വരുന്നുണ്ടോ. നല്ല ഇപ്പോൾ നമ്മൾ നാരങ്ങ ഒഴിച്ചതിൻ്റെ കളറ് കണ്ടോ, നല്ല നേരത്തെ ഒരു വയലറ്റ് കളറായിരുന്നു, ഇപ്പോൾ നല്ല റെഡിഷ് കളറായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടോ നമ്മൾ ഏകദേശം എടുത്തതിൻ്റെ 4 ഭാഗം എത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ശരിക്കും ഒരു നൂല് നമ്മൾ കയ്യിൽ ഒട്ടിയെടുക്കുമ്പോൾ ഒരു നൂല് പരിവായി കിട്ടണം. നമ്മൾ ഈ അരി കൊണ്ടൊക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ അവർക്കറിയാം നൂൽപ്പരുവ് എന്താണെന്ന് അറിയാൻ പറ്റും. എന്താണെന്ന് കാണിച്ചു തരാം കേട്ടോ. നൂൽപ്പരുവായെന്ന് അറിയണം കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒന്ന് എടുക്കുക, എന്നിങ്ങനെ അതങ്ങനെ വയ്ക്കുക.
കേട്ടോ. ഇത് നൂല് ഫോം ചെയ്യുന്നുണ്ടോ, നമ്മൾ ആയി ഇട്ടുണ്ട് കേട്ടോ. ഇത് വാങ്ങിയിട്ട് വേറൊരു കണ്ടെയ്നറിൽ മാറ്റി വയ്ക്കുക. നമ്മുടെ ജാം റെഡി ആയിട്ടുണ്ട്. ഒന്ന് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചൊന്ന് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ. കുറച്ച് നേരം ചൂടൊക്കെ മാറി ജാമിൻ്റെ ഇതാകുമ്പോഴത്തേക്കും ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കണം. എത്ര കനലിലൊന്ന് കാണിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഒന്ന് മൊരിഞ്ഞ് കിട്ടും. അപ്പോൾ നമ്മൾ കനലെ ചുട്ട ബ്രെഡും ചെമ്പരത്തി ജാമും നമ്മൾ കണ്ടോ നല്ല അടിപൊളിയായിട്ട് നല്ല കുറുകി വന്നിട്ടുണ്ട്. പക്ക ജാമായിട്ടുണ്ട്. നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച കനലിൽ ചുട്ടെടുത്ത ആ ബ്രെഡിലേക്ക് എന്തെങ്കിലും തേച്ച് കൊടുക്കണം. പക്ക ജാമായിട്ടുണ്ട്. യാതൊരുവിധ കെമിക്കലും ചേർക്കാണ്ട് നമ്മൾ വീടുകളിൽ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ ജാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ജാം നല്ല അടിപൊളിയാണ്. നല്ല കറക്റ്റ് കൺസിസ്റ്റൻസി, ആ കറക്റ്റ് നൂൽപ്പാകത്തിൽ എടുത്തുകൊണ്ട് നല്ല കറക്റ്റ് ഇത് കിട്ടിയിട്ടുണ്ട്. ആ നൂൽപ്പാകം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഇത് കട്ട പിടിക്കും കേട്ടോ. അപ്പോൾ കറക്റ്റ് നൂൽപ്പാകത്തിൽ എടുക്കണം. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം. നിങ്ങളും വരുന്നുണ്ടോ? കഴിച്ചോളൂ. അതിമനോഹരമായ ജാം കിട്ടിയിട്ടുണ്ട്. കുറച്ചുണ്ടാക്കി. അപ്പോൾ നിങ്ങൾ എന്തായാലും വീട്ടിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഞങ്ങളുടെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ കഴിക്കുന്നതിൻ്റെ തിരക്കില്ല, അതാണ് ഒന്നും പറയാത്തത്. അപ്പോൾ അച്ചു കേട്ടോ, നമ്മുടെ അച്ചു എന്ന് പറയുന്നത് നമ്മുടെ കിച്ചുവിൻ്റെ അനീറ്റയാണ്. അച്ചുവാണ് നമ്മുടെ ഇന്ന് ക്യാമറയിലൊക്കെ എടുക്കാൻ വേണ്ടി സഹായിച്ചത്. അപ്പോൾ അച്ചു എങ്ങനെ ഉണ്ടായിരുന്നു സാധനം? സൂപ്പർ ആയിരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിത് കഴിച്ച് തീർക്കട്ടെ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പച്ചും കോവലൻ സൈനിങ് ഓഫ്.